ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, സ്കൂൾ ടെക്സ്റ്റൊക്കെ നല്ല രീതിയിൽ വായിക്കുന്നുണ്ട് ഒക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് സ്കൂൾ ടെക്സ്റ്റിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട പത്രങ്ങൾ സ്കൂൾ ടെക്സ്റ്റിൽ വായിച്ചപ്പോൾ കുറച്ച് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അതിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് പ്രധാനപ്പെട്ട സംഘടനകൾ, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ് നോക്കിയത്. ഇന്നിപ്പം നമുക്ക് എന്ത് നോക്കാം? പത്രങ്ങളും ഇതിൻ്റെ ആൾക്കാരെയും കുറിച്ചൊന്ന് നോക്കാം. ആദ്യത്തേത് സ്വദേശി മിത്രം, ഹിന്ദു. ഈ രണ്ട് പത്രങ്ങളുമാരാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. സ്വദേശി മിത്രം, ഹിന്ദു. സ്വദേശി മിത്രം, ഹിന്ദു. ഈ രണ്ട് പത്രങ്ങളും ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ജി സുബ്രഹ്മണ്യ അയ്യർ. ഇനി അടുത്താണ് അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ആരുടേതാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ആരുടേതാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ഇനി അടുത്താണ് ബോംബെ സമാചാർ. അടുത്ത പത്രമാണ് ബോംബെ സമാചാർ. ബോംബെ സമാചാർ ആരുടേതാണ്? ഫർദൂർജി മസ്ബാൻ. ബോംബെ സമാചാർ എന്ന പത്രം ആരുടെയാണ്? ഫർദൂർജി മസ്ബാൻ. ഇനി കേസരി മറാത്ത നമുക്ക് എന്താണ് വളരെ പരിചിതമായിട്ടുള്ള രണ്ട് പത്രങ്ങളാണ് കേസരി മറാത്തയും. കേസരി മറാത്ത ആരുടെ പത്രങ്ങളാണ്? ബാലഗംഗാധർ തിലകിന്റെ പത്രങ്ങളാണ്. കേസരി മറാത്ത ആരുടെ പത്രങ്ങളാണ്? ബാലഗംഗാധർ തിലകിന്റെ പത്രങ്ങളാണ്. ഇനി കേസരി ഏത് ഭാഷയിലുള്ള പത്രമാണ്? മറാത്തി ഭാഷയിലുള്ള പത്രമാണ്. കേസരി മറാത്തി ഭാഷയിലുള്ള പത്രമാണ്. കേസരി ഏത് ഭാഷയാണ്? മറാത്തി ഭാഷ. ഇനി അടുത്തത് മറാത്ത ഏത് ഭാഷയാണ്? ഇംഗ്ലീഷ്. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ്. അപ്പം ആലോചിക്കേണ്ടത്, മറാത്ത എന്നുള്ള പത്രമുണ്ട്, കേസരി എന്നുള്ള പത്രമുണ്ട്. മറാത്ത എന്നുള്ള പത്രം ഒരിക്കലും എന്തിൽ വരില്ല? മറാത്തി ഭാഷയിൽ വരില്ല. പകരം കേസരി മറാത്തി ഭാഷയിൽ, അപ്പം മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. മറാത്ത എന്നുള്ള പത്രം ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എന്നുള്ള പത്രം മറാത്തി ഭാഷയിലുമാണ്. അതാരുടെയാണ്? ബാലഗംഗാധർ തിലകിന്റെ പത്രങ്ങളാണ്. ഇനി അടുത്താണ് ബംഗാളി എന്ന പത്രം ആരുടെയാണ്? സുരേന്ദ്രനാഥ ബാനർജി. ബംഗാളി എന്ന പത്രം ആരുടെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ്. ബംഗാളി പത്രം സുരേന്ദ്രനാഥ ബാനർജി. ഇനി അടുത്താണ് വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ വേറൊരു പത്രം കൂടെ ഉണ്ടല്ലോ, രഫ്ത് ഗോഫ്താർ. വോയിസ് ഓഫ് ഇന്ത്യ രഫ്ത് ഗോഫ്താർ. വോയിസ് ഓഫ് ഇന്ത്യ രഫ്ത് ഗോഫ്താർ. അടുത്ത പത്രമാണ് ഷോം പ്രകാശ് ആരുടെ പത്രമാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് ആരുടെയാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ഷോം പ്രകാശ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ അടുത്ത് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെ പത്രമാണ്? ആനി ബസന്റിന്റെ പത്രമാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെ പത്രമാണ്? ആനി ബസന്റ്. ഇനി അടുത്ത് ഗാന്ധിജിയുടെ രണ്ട് പത്രങ്ങളാണ് ഹരിജനും യങ് ഇന്ത്യ ഹരിജൻ ആരുടെ പത്രങ്ങളാണ്? ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ ഒക്കെ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഇനി അടുത്തത് അൽ ഹിലാൽ അൽ ബലാഗ്. അത് രണ്ട് പത്രങ്ങളും ആരുടേതാണ്? മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ അൽ ബലാഗ്.
അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ, അൽ ബലാഗ് ഈ രണ്ട് പത്രങ്ങളും ആരുടേതാണ്? മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ, അൽ ബലാഗ് ഈ രണ്ട് പത്രങ്ങളും മൗലാന അബുൽ കലാം ആസാദ്. ഇനി അടുത്തത് വന്ദേ മാതരം. വന്ദേ മാതരം പത്രം ആരുടേതാണ്? ലാലാ ലജ്പത് റായ്. ഈ വന്ദേ മാതരം പത്രവും ഉണ്ട്, വന്ദേ മാതരം മാഗസീനും ഉണ്ട്. അതിൽ വന്ദേ മാതരം പത്രം ലാലാ ലജ്പത് റായ്, വന്ദേ മാതരം പത്രം ലാലാ ലജ്പത് റായ്. എന്നാൽ വന്ദേ മാതരം എന്ന മാസിക ആരുടേതാണ്? മാഡം ഫിക്കാജി കാമ. വന്ദേ മാതരം പത്രം ലാലാ ലജ്പത് റായ്, വന്ദേ മാതരം മാസിക മാഡം ഫിക്കാജി കാമ. നേഷൻ, നേഷൻ എന്ന പത്രം ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ എന്ന പത്രം ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ നമുക്ക് പത്രങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഹിന്ദു, സ്വദേശി മിത്രം. ഹിന്ദുവും സ്വദേശി മിത്രം ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഹിന്ദു, സ്വദേശി മിത്രം രണ്ട് പത്രങ്ങൾ ആരുടേതാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഇനി അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക രണ്ട് പേര് ചേർന്ന് തുടങ്ങിയ പത്രമാണ്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷ്. ഇനി അടുത്തത് ബോംബെ സമാചാർ. ബോംബെ സമാചാർ എന്ന് പറയുന്ന ആരുടെയാണ്? ഫർദൂർജി മസ്ബാൻ. ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? ഫർദൂർജി മസ്ബാൻ. ഇനി കേസരി മറാത്തയും. കേസരി എന്ന് പറയുന്നത് മറാത്തി ഭാഷയിലുള്ള പത്രവും മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രവുമാണ്. ആരുടെയാണ്? ബാലഗംഗാധർ തിലകിൻ്റെയാണ് കേസരി മറാത്ത. കേസരി മറാത്ത ബാലഗംഗാധർ തിലകിൻ്റെ പത്രമാണ്. ഈ ബാലഗംഗാധർ തിലക് തീവ്രവാദി വിഭാഗമായിരുന്നു അല്ലെ മിതവാദി നേതാവായിരുന്നു? തീവ്രവാദി നേതാവാണ് ബാലഗംഗാധർ തിലക് എന്ന് പറയുന്നത്. ഈ തീവ്രവാദി നേതാക്കളിലെ പ്രധാനികൾ ആരായിരുന്നു? ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന മൂന്ന് പേരാണ് തീവ്രവാദി നേതാക്കളിലെ പ്രധാനപ്പെട്ടവർ. ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ ലാലാ ലജ്പത് റായ്. ഈ മൂന്ന് പേരാണ് പ്രധാനപ്പെട്ട തീവ്രവാദി വിഭാഗത്തിലുള്ള നേതാക്കളെന്ന് പറയുന്നത്. ഇനി അടുത്തത് ബംഗാളി. ബംഗാളി ആരുടെ പത്രമാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ്. ബംഗാളി എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ്. ദ നേഷൻ ഇൻ മേക്കിംഗ്. ദ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയുടെ ബുക്കാണ്. ദ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയുടെ ബുക്കാണ്. ഇനി അതുപോലെ ഈ സുരേന്ദ്രനാഥ ബാനർജിയെ പറയുമ്പോഴത്തേക്കും മൊണ്ടേഗോ ചെംസ്ഫോർഡ്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഏത് വർഷമാണ്? 1919 നടന്ന ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ്. 1919 ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ്. എന്താണ് ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡിനെ ഡയാർക്കിയൊക്കെ എന്ത് ചെയ്തു? എല്ലാ ദേശീയ നേതാക്കളും ഇതിനെ എതിർക്കുകയായിരുന്നു. മൊണ്ടേഗോ ചെംസ്ഫോർഡ് എതിർത്തു. എന്നാൽ മൊണ്ടേഗോ ചെംസ്ഫോർഡിനെ സപ്പോർട്ട് ചെയ്ത നേതാവ്, രാഷ്ട്രീയ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. മൊണ്ടേഗോ ചെംസ്ഫോർഡിനെ സപ്പോർട്ട് ചെയ്ത നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ബംഗാളാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹത്തിന്റെ പത്രം എന്താണ്? ബംഗാളിയാണ് സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രം. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ നേഷൻ ഇൻ മേക്കിംഗ്. ദ നേഷൻ ഇൻ മേക്കിംഗ്. ഇനി അടുത്തതാണ് വോയിസ് ഓഫ് ഇന്ത്യയും രഫ്ത് ഗോഫ്താർ. വോയിസ് ഓഫ് ഇന്ത്യ, രഫ്ത് ഗോഫ്താർ ഈ രണ്ട് പത്രങ്ങളും ആരുടേതാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ എന്താണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവരുന്നത്? ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കോൺഗ്രസ് എന്ന പേര് കൊടുത്തത് ദാദാഭായ് നവറോജിയാണ്. ഇനി സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജിയുടേതാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ലണ്ടനിലാണ് അത് ആരംഭിക്കുന്നത്. ദാദാഭായ് നവറോജിയുടേതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. പിന്നെ പറഞ്ഞത് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയുടേതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ ദാദാഭായ് നവറോജിയുടെ പത്രങ്ങൾ നമ്മൾ പറഞ്ഞതാണ് വോയിസ് ഓഫ് ഇന്ത്യ, രഫ്ത് ഗോഫ്താർ. അപ്പൊ ദാദാഭായ് നവറോജിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട നേതാവ് ആരുടെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
ഇനി പറഞ്ഞതാണ് INC ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് കൊടുത്തത് ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇത് ലണ്ടനിൽ ആരംഭിക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ നമുക്ക് ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയുന്നത് ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള പുസ്തകമാണ് ഷോം പ്രകാശ് ആരുടെ പുസ്തകമാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ്. ഈ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുമ്പോൾ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം വരുന്നത്. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഹിന്ദു പുനർവിവാഹ നിയമം 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്രമാണ് ഏത്? ഷോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ്. ഇനി അടുത്തത് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് രണ്ട് പത്രങ്ങൾ ആരുടേതാണ്? ആനി ബസന്റിൻ്റെയാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് രണ്ട് പത്രങ്ങളും ആനി ബസന്റിന്റെ പത്രങ്ങളാണ്. ഇനി അതുപോലെ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇത് ആരുടെ പത്രങ്ങളാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണ്, ഗാന്ധിജിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ. ഇനി അടുത്തത് പറഞ്ഞതാണ് അൽ ഹിലാൽ അൽ ബലാഗ് ആരുടെ പത്രമാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രങ്ങളാണ് അൽ ഹിലാലും അൽ ബലാഗും. ഈ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. 1940 മുതൽ 1946 വരെ ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദായിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് അൽ ബലാഗും അൽ ഹിലാലും അൽ ബലാഗും. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 11 എന്താണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്. നവംബർ 11 മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഈ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് വന്ദേ മാതരം പത്രം ആരുടേതാണ്? ലാല ലജ്പത് റായ്. പത്രം ലാല ലജ്പത് റായിയാണ്. പത്രം ലാല ലജ്പത് റായിയാണ്. നമ്മൾ പറഞ്ഞ വന്ദേമാതരം മാസിക മാഡം ഫിക്കാജി കാമയാണ്. മാസിക മാഡം ഫിക്കാജി കാമ. വന്ദേമാതരം പത്രം ആരുടേതാണ്? ലാല ലജ്പത് റായി. എന്താണ്? പഞ്ചാബ് സിംഹോ എന്നറിയപ്പെടുന്നതാണ് ലാല ലജ്പത് റായി. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് രൂപീകരിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ലാല ലജ്പത് റായി ആണ്. ഇനി എന്താണ്? ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായി, ബാലഗംഗാധർ തിലക്. ഇവർ 3 പേരാണ് എന്തെന്നറിയപ്പെടുന്ന തീവ്രവാദി നേതാക്കളെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ലാല ലജ്പത് റായിയെ കുറിച്ച് പറയാനുള്ളതാണ് എന്താണ്? സൈമൺ കമ്മീഷനെതിരായിട്ട് സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതാണ് 1927 സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നു. ഇതിനെ പ്രതിഷേധിച്ച് നടന്ന സമരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ലാല ലജ്പത് റായിക്ക് തലയ്ക്ക് അടിയേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത് ലാല ലജ്പത് റായിയുടെ ശിഷ്യനാണ് ആര്? ഭഗത് സിംഗ്. അപ്പോൾ വന്ദേമാതരം പത്രം ലാല ലജ്പത് റായി, വന്ദേമാതരം മാസിക മാഡം ഫിക്കാജി കാമയുമാണ്. ഇനി നേഷൻ എന്ന പത്രം ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ എന്ന പത്രം ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്.
മിതവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറഞ്ഞാൽ 1905 എന്ത് സംഭവിക്കുന്നത്? ബംഗാൾ വിഭജനം നടക്കുന്നത്. 1905 ബംഗാൾ വിഭജനം. ഈ 1905 ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. INCയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഏത് വർഷം? 1905 ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ പറഞ്ഞതാണ്. ഇനി കൂടുതൽ പോയിന്റ്സ്, കൂടുതൽ പത്രങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കി കൂടുതൽ നോട്ടുകൾ തയ്യാറാക്കാൻ പറ്റും. സ്കൂൾ ടെക്സ്റ്റിലും കുറേ പത്രങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് കൂടുതൽ ഈ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ വിവരങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു നോട്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങളായിട്ട് മറ്റ് വിവരങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. താങ്ക്സ്.